പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആന്തരിക മനുഷ്യനെ എങ്ങനെ ശക്തിപ്പെടുത്താം? രണ്ട് കാര്യങ്ങൾ നാം പഠിച്ചു: പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക. മൂന്നാമതായി നാം പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൽ നിറയുക. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടേണ്ടതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിൽ നിറയുക എന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുകയാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അതിൻ്റെ ആദ്യ വാക്കുകൾ ഇപ്രകാരം പറയുകയാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശക്തി ലഭിക്കും. നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കും. ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ചാൽ നാം ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നമുക്ക് പ്രയോജനപ്പെടുവാൻ കഴിയും. ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല. നാം എപ്പോഴും ആ ആത്മാവിൽ നിറഞ്ഞവരായി വേണമിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവാത്മാവ് എന്ന് പറയുന്നത്. നാം ഈ ദൈവാത്മാവിൽ നിറഞ്ഞവരായിരിക്കണം. എപ്പോഴും ദൈവാത്മാവിൽ നിറഞ്ഞവരായി വേണം നാം നടക്കുവാൻ. നാം പ്രാർത്ഥിക്കുമ്പോഴും നാം ആരാധിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ മേൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിൽ നിറയുക എന്നത് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്നതാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിന് ശേഷം എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ദൈവഹിതമില്ലാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനോട് നോ പറയുവാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതുവഴി പോകരുതെന്ന് പറയാൻ അല്ലെങ്കിൽ പറഞ്ഞു തരുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യസ്ഥനാണ്. നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ നാം സകല സത്യത്തിലും വഴി നടക്കുന്നവരായിരിക്കാം. സത്യം മാത്രമേ നമ്മളിൽ നിന്ന് പുറത്തു വരത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറത്തു വരും. നാം ഫലമുള്ളവരായി തീരും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഫലമുള്ളവരായിരിക്കണം എന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ആന്തരിക മനുഷ്യൻ ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരിക്കണം. എങ്കിൽ അവന് ശക്തി ലഭിക്കും. ആ ശക്തിയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി അതൊരു അനുഗ്രഹമായി തീരും. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യത്തിലാണ് ഈ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പം നാം സ്നേഹമുള്ളവരായിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നാം എന്തായിരിക്കും? നാം സ്നേഹമുള്ളവരായിരിക്കാം, സന്തോഷമുള്ളവരായിരിക്കും, സമാധാനമുള്ളവരായിരിക്കും. നമുക്ക് സമാധാനം, അതോടൊപ്പം തന്നെ നാം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായിരിക്കും. നമുക്ക് ദീർഘക്ഷമയുണ്ടാകും. ഏതൊരു പ്രശ്നം വന്നാലും അതിനകത്ത് പെട്ടുപോകാതെ അതിൽ തിരിച്ച് മറുപടി പറഞ്ഞ് ദൈവകൃപ നഷ്ടപ്പെടുത്താതെ ദീർഘക്ഷമയോടിരിപ്പാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. ദയയുണ്ടാകും, പരോപകാരമുണ്ടാകും, വിശ്വസ്തത ഉണ്ടാകും, സൗമ്യത ഉണ്ടാകും, ഇന്ദ്രിയജയം ഉണ്ടാകും. ഈ ലോകത്തിൽ ഉള്ള മോഹങ്ങളുടെ അകത്ത് പെട്ടുപോകാതെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം?
ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരായിരിക്കണം. നമ്മുടെ ആന്തരിക മനുഷ്യന് ശക്തി കൊടുക്കുവാൻ, ശക്തിയോടെ പുറത്തു വരുവാൻ ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നാം ദിനം പ്രതി മുന്നോട്ട് പോകുമ്പോൾ, ഒരു ദിവസം ഒരു സൺഡേ പോയി അല്ലെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് പ്രെയറിന് പോയിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അല്ലെങ്കിൽ ആരാധിച്ച് അവിടെ എഴുന്നേറ്റ് പോന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത രീതി നടക്കുകയല്ല. എപ്പോഴും എവിടെ പോയാലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തിയോടെ പുറത്തു വരും. നമ്മെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ പറയും ഇത് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലാണ്. നാം അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സാക്ഷ്യമുള്ള വ്യക്തികളായിട്ട് ജീവിക്കും. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഈ പരിശുദ്ധാത്മാവിൽ നിറയാനായിട്ട് കൂടുതൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, പ്രാപിച്ചു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ആ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ ശക്തി വീണ്ടും വീണ്ടും ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. നമ്മുടെ ആന്തരിക മനുഷ്യ ശക്തിയോടെ ബലപ്പെടാൻ നാം പ്രാർത്ഥിക്കണം, വചനം വായിക്കണം, പരിശുദ്ധാത്മാവിൽ നിറയണം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.